അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും വെടിനിർത്തലിന് ധാരണ. ദോഹയിൽ ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ ധാരണയായത്. പാകിസ്ഥാനിലെ ഭീകരവാദാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് അഫ്ഗാനിസ്ഥാൻ അഭയം നൽകുന്നുവെന്നാരോപിച്ചാണ് അതിർത്തിയിലേക്ക് കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന പാക് താലിബാനെ സഹായിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ആക്രമണത്തിൽ നിരവധി സൈനികരുടെയും സാധാരണക്കാരുടെയും ജീവനുകൾ നഷ്ടമായിരുന്നു. എന്നാൽ 3 ദശാബ്ദങ്ങളോളം പാകിസ്ഥാനുമായി സൗഹൃദമുണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി അടുത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞയാഴ്ച അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി ഇന്ത്യ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു കാബൂളിലെ പാക് ആക്രമണം. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം രൂക്ഷമായതോടെയാണ് വെടിനിർത്തലിന് മധ്യസ്ഥം വഹിക്കാൻ ഖത്തറും തുർക്കിയും മുന്നോട്ട് വന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തലിനും ശാശ്വത സമാധാനവും സ്ഥിരതയും സാധ്യമാക്കുന്നതിനായുള്ള തുടർ ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ വരും ദിവസങ്ങളിലും തുടരും. ഈ മാസം 15-ന് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ വെടിനിർത്തലിന് ധാരണയായിരുന്നെങ്കിലും നീണ്ടുനിന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.